ഹായ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ചുരുണ്ട മുടിക്കാർക്കുള്ളതാണ്. ഒത്തിരി പേര് ആൻസബാസ്റ്റിൻ തുടങ്ങി ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മുടി വളരുന്നില്ല, ചുരുണ്ട മുടി വളരുന്നില്ല, പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഒത്തിരി സ്പ്ലിറ്റ് എൻഡ് ഉണ്ട്, പിന്നെ ലെയർ കട്ട് വെട്ടാവോ തുടങ്ങി ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കൂടിയുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ എണ്ണ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മുടിയുടെ പിന്നെ ഘടന, അതിൻ്റെ നീളം, കോലമുടിയാണോ ചുരുള മുടിയാണോ, ഇറക്കം കുറഞ്ഞ മുടിയാണോ ഇറക്കമുള്ള മുടിയാണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ഹെയർ പോക്കറ്റ് എന്ന് പറയുന്ന ഫോളിക്കിൾസാണ്. ഈ ഫോളിക്കിൾസിൻ്റെ ആകൃതി അനുസരിച്ചാണ് നമ്മുടെ ഹെയർ ഇരിക്കുന്നത്. അതായത് വൃത്താകൃതിയിലുള്ള ഫോളിക്കിൾസാണ് നിങ്ങളുടെതെങ്കിൽ നീളം മുടിയായിരിക്കും. കൂടാതെ ഈ ഓവൽ ഷേപ്പാണ് നിങ്ങളുടെ ഫോളിക്കിളെങ്കിൽ ചുരുണ്ട മുടിയായിരിക്കും. പിന്നെ വേറൊരു വിഭാഗം ഉണ്ട് കേട്ടോ, അത് കിഡ്നി ഷേപ്പാണ്. അത് നമ്മുടെ ഇവിടെ അധികം ഇല്ല. ചുരുണ്ട് നീളം വയ്ക്കാത്ത മുടി, അത് ആഫ്രിക്കക്കാർക്ക് നീഗ്രോസിലുള്ള മുടിയാണ്. അവർക്കാണ് ഈ കിഡ്നി ഷേപ്പുള്ള ഫോളിക്കിൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് മുടിയുടെ ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് ഈ മുടി ഈ നീളം വെക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റിന് നമുക്ക് അത് അത്രയും അതിന് നീളം വരുള്ളൂ. പിന്നെ നമുക്ക് ഒത്തിരി നാച്ചുറൽ റെമഡീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ അവർ ശ്രദ്ധിക്കാനുള്ളത് നീളം വെക്കാൻ ശ്രമിക്കുന്നേക്കാൾ ഉപരി അതെങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാം, ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അതായത് അത് കറക്റ്റായിട്ട് അത് ഹെയർ കട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്റ്റൈല് ചെയ്ത്, അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ കെയർ ചെയ്യുക. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ട് കെയർ ചെയ്ത് അത് കൊഴിഞ്ഞു പോകാതെ അത് ഭംഗിയായിട്ടിരിക്കാനും ശ്രദ്ധിക്കുക. നല്ല കോൺഫിഡൻസ് ആയിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ചുരുണ്ട മുടിക്കാർക്ക് ആവശ്യമുള്ളത് ലസിദിൻ അടങ്ങിയ ഷാമ്പു ആണ് കേട്ടോ. ഇത് മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഷാമ്പു എല്ലാ ഹെയർ ടൈപ്പിനും ഉപയോഗിക്കാം. ഈ പ്രോട്ടീൻ ഷാമ്പു അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് എല്ലാ ഹെയർ ടൈപ്പുകാർക്കും പറ്റിയ ഒരു പ്രോട്ടീൻ ഷാമ്പു ആയിട്ടോ കണ്ടീഷണറായിട്ടോ റിൻസായിട്ടോ എല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതാ പറഞ്ഞത്. പിന്നെ ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എണ്ണമയം തീരില്ല, ഇങ്ങനെ പറന്നിരിക്കുന്നു എന്നുള്ളതിനുള്ള റെമഡിയാണ്. അത് ഈ മുടിയുടെ ഒരു ടൈപ്പാണ്, അങ്ങനെയാണ്. അപ്പം നമുക്കത് അതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്, ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് ഒരു മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്ത് സ്കാൾപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം. അപ്പോൾ ഈ ചെറു ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഇനി തലയിൽ ചൂടുവെള്ളം ഒഴിക്കാവോ എന്നൊക്കെ ഒത്തിരി സംശയങ്ങൾ വരും. ഇത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറു ചൂടുവെള്ളം, ലൂക്ക് വാം വാട്ടർ കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ ചെറിയ ചൂട് മതി, അധികം ചൂട് വേണ്ട. അത് നമ്മുടെ സ്കാൾപ്പിന് ഒക്കെ ഒരു ചെറിയ ചൂട് തട്ടാനും സ്കാൾപ്പിനെ സ്റ്റിമുലേഷനും വേണ്ടിയാണ്, ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ചൂടുവെള്ളത്തിൽ തല വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു റെമഡിയാണ്. നിങ്ങളുടെ മുടിക്ക് എണ്ണമയം പതുക്കെ ഉണ്ടായിക്കോളും. അപ്പോൾ ഈ റെമഡി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ ഞാൻ ഒരു പ്രോട്ടീൻ റിൻസും കൂടെ പറയാം. പ്രോട്ടീൻ റിൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയുടെ മഞ്ഞക്കരുവാണ്. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞക്കരുവിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒഴിവുള്ള ദിവസങ്ങളിൽ, അതായത് നിങ്ങൾ പുറത്തു പോകാത്ത ദിവസങ്ങളിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഈ മുട്ടയുടെ മഞ്ഞക്കരു നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്കാൾപ്പിലും മുടിയിലും എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ടവൽ വെച്ച് കെട്ടി അവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഒരു റിൻസാണ്. അപ്പോൾ ഇതും ഒന്ന് പരീക്ഷിക്കാം. അടുത്തത്
സ്പ്ലിറ്റൻറ്റിനുള്ള റെമഡിയാണ് കേട്ടോ. ഈ മുടിക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ്, നിറയെ പിന്നെ സ്പ്ലിറ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ 2 ടേബിൾ സ്പൂൺ സിഡർ വിനെഗർ, അതായത് ആപ്പിൾ വിനെഗർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് 2 എഗ്ഗോ അല്ലെങ്കിൽ 1 എഗ്ഗോ എടുത്താൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ ഒലിവ് ഓയിലും സിഡർ വിനെഗറും ഗ്ലിസറിനും ഈ എഗ്ഗിൽ മിക്സ് ചെയ്യണം. എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിൽ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് സ്കാൾപ്പിൽ ഒരു 15 മിനിറ്റ് നേരം ഇതുകൊണ്ട് മസാജ് ചെയ്യണം. ഇത് മസാജ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ മുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു ടവല് ചൂടുവെള്ളത്തിൽ മുക്കി നന്നായിട്ട് കെട്ടി അവിടെ വെച്ചേക്കണം ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞ് വാഷ് ചെയ്യണം. ഇത് സ്പ്ലിറ്റൻ്റ് പോകുന്നതിന്, ചുരുണ്ട മുടിക്കാർക്കെന്നല്ല എല്ലാവർക്കും സ്പ്ലിറ്റൻ്റ് ഇല്ലാതെ ആകുന്നതിന് നല്ലൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചേക്കൂ. പിന്നെ ഇവരുടെ ഒരു പ്രോബ്ലം എനിക്ക് എടുത്തു പറയാനുള്ളത് ബ്രഷിങ്ങിൻ്റെ ഒരു തകരാറുണ്ട്. ഈ ചുരുണ്ട മുടിക്കാർക്ക് ഒരു പരിപാടിയുണ്ട് കേട്ടോ. ചീവണ കണ്ടാൽ നമുക്ക് പേടിയാവും. വലിച്ചു നീട്ടി പറിച്ച് ഇതാണ്ട് ഗുസ്തിയാണ് മുടിയിലിട്ട്. അപ്പോൾ പതുക്കൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ പറയും, ഇതും കൂടി വരണ്ടേ ചീപ്പ് എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ഈ സാധാരണ ചീപ്പ് ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റ് ബ്രഷുള്ളത്, ബ്രസിൽസ് ഉള്ള ആഫ്രോ ചീപ്പെന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. അത് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ആഫ്രോ കോമ്പ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറൊക്കെ കാണാം. അത് നമ്മുടെ മാർക്കറ്റിലെല്ലാം അവൈലബിളാണ്. അത് വെച്ച് ചെയ്യി കഴിയുമ്പോൾ നമുക്ക് ഈ മറ്റേ സാധാരണ കോമ്പ് വെച്ച് ചെയ്യണ പോലെയല്ല, സുഖമായിട്ട് അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ ചീപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കാനുള്ളത്, ഈ പല്ലുകൾ തമ്മിൽ ഒരേ അളവിലുള്ള പല്ലുകളും ഉള്ള ചീപ്പായിരിക്കണം. ഒരു ഭാഗത്ത് നീളമുള്ള പല്ല്, ഒരു ഭാഗത്ത് ചെറിയ, അങ്ങനെ വേണ്ട. ഒരുപോലത്തെയുള്ള നിരന്നിരിക്കുന്ന പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ബ്രഷിങ് ശരിക്കും നിങ്ങളത് ശ്രദ്ധിക്കണേ. ബ്രഷിങ് കൊണ്ട് നമ്മുടെ ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഉപകാരമാണ്. പിന്നെ അഴുക്ക് പോവാൻ, നമ്മുടെ മുടിയിലെ പൊടിയും അഴുക്കൊക്കെ പോവാനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ബ്രഷിങ് ഒരു ശീലമാക്കണം. ഒരു ദിവസത്തിൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ബ്രഷ് വെച്ച് പതുക്കെ ചെയ്യണം. നല്ല സ്നേഹത്തോടു കൂടി ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുളിക്കുന്ന കാര്യം, ഹെയർ വാഷിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റാണ് നമ്മുടെ കേരളത്തിൽ. നന്നായിട്ട് വിയർക്കുക. പിന്നെ എല്ലാതരം പൊല്യൂഷൻ പുറത്തിറങ്ങിയാൽ നമുക്ക് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്ന് വേണ്ട സർവത്ര പൊല്യൂഷനുള്ള നാടാണ്. അപ്പം നമ്മുടെ ദേഹത്തുള്ള പോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിലും മുടിയിലും എല്ലാം അഴുക്ക് കാണും. കേരളത്തിൽ കേട്ടോ. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി അവർക്ക് കുളിക്കുന്ന പരിപാടിയില്ല, അവർക്ക് തണുപ്പാണ്. പക്ഷെ അവർക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ സ്കാൾപ്പ് മുഴുവനും ഡ്രൈ സ്കിന്നായിരിക്കും. അപ്പോൾ അവർ ശരിക്കും ബ്രഷ് ചെയ്ത് ഈ ഡ്രൈ സ്കിൻ കളയണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഡ്രൈ സ്കിന്നല്ല വരുന്നത്, ഈ അഴുക്കെല്ലാം അടിഞ്ഞിരുന്ന് നമ്മുടെ ഈ ഫോളിക്കിൾസ് എല്ലാം അടഞ്ഞ് മുടിയുടെ വളർച്ച കുറയുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്കാൾപ്പിൽ നിങ്ങൾക്ക് വിയർത്ത്, നമുക്ക് സ്വയം അറിയാമല്ലോ, മുടിയെല്ലാം തലയെല്ലാം നന്നായിട്ട് വിയർത്തല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണ സമയത്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്യണം, ഷാമ്പു വാഷ് ചെയ്യണം. ഏതെങ്കിലും മൈൽഡ് ഷാമ്പുവോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഷാമ്പുവോ ഉപയോഗിച്ചാൽ മതി. കുറച്ചെടുത്താൽ മതി. സ്കാൾപ്പിൽ അഴുക്ക് ഇരിക്കരുത്, അത്രയേ ഉള്ളൂ. ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഈ വീട്ടിലുണ്ടാക്കുന്ന ഷാമ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഹെയർ വാഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഹെയർ കട്ട്, ലെയർ കട്ട് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഞാൻ ലെയർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ പോയി നിങ്ങൾ ചെയ്താൽ നല്ലതാണ്. അകത്തുനിന്ന് കുറേ സ്പ്ലിറ്റൻ്റ് എല്ലാം പോവും. പിന്നെ ഈ തിക്ക് ഇങ്ങനെയുള്ള ഹെയർ ഉള്ളവർക്ക് ഒന്ന് ഒതുങ്ങി മുടി കിട്ടും, മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ധൈര്യസമേതം നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങളെന്നെ വാച്ച് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. കൂടാതെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.